പൊന്നാനി നഗരസഭ ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ പ്രാരംഭഘട്ട നിർമ്മാണം പൂർത്തിയായി. മെയ് മാസം അവസാനത്തോടെ തറനിരപ്പിലുള്ള നിർമ്മാണം പൂർത്തീകരിക്കും. വൃക്കരോഗം മൂലം ദുരിതം അനുഭവിക്കുന്ന നൂറുകണക്കിന് അശരണർക്ക് ആശ്വാസത്തിന്റെ തലോടൽ നൽകുന്ന പൊന്നാനി നഗരസഭ ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ആദ്യഘട്ട പ്രവർത്തനമാണ് പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നത്. 2.87 ലക്ഷം രൂപ ചിലവഴിച്ചുള്ള സിവിൽ വർക്കുകളാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. മഴക്കാലത്തിന് മുമ്പ് ഫൗണ്ടേഷൻ വർക്കുകൾ പൂർത്തീകരിക്കും. 30 തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായി. മെയ് 30ഓടെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് PMJVK പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4.40 കോടി രൂപ ചിലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിലെ കെട്ടിടത്തിന്റെ പിറകുവശത്തായാണ് എല്ലാ സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടമുയരുക. കൂടുതൽ ഡയാലിസിസ് രോഗികൾക്ക് സേവനം ലഭ്യമാക്കുകയും ഡയാലിസിസ് എത്തുന്നവരുടെ കൂട്ടിരിപ്പുകാർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചാണ് കെട്ടിടത്തിനുള്ള രൂപരേഖ തയ്യാറാക്കിയത്. പൊന്നാനി നഗരസഭയിലെ PMJVK പദ്ധതി പ്രകാരം അനുവദിച്ച ഡയാലിസിസ് സെന്റർ നിർമ്മാണം അതിൻ്റെ പ്രാരംഭഘട്ടം ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. 4.40 ലക്ഷം രൂപ ടെൻഡർ തുക അനുവദിച്ചിട്ടുള്ള ഈ പ്രവൃത്തിക്കായിട്ട് 2.87 ലക്ഷം രൂപയുടെ സിവിൽ വർക്കുകളാണ് കരാറാക്കി പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഫൗണ്ടേഷൻ വർക്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തികൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 30 പില്ലറുകളുടെയും ആകെയുള്ള 30 പില്ലറുകളുടെയും അസ്ഥിവാര നിർമ്മാണം പൂർത്തിയാക്കി തറനിരപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അത് അടിയന്തരം ഈ മാസം മെയ് 30ഓടുകൂടി ഫൗണ്ടേഷൻ തറനിരപ്പിലുള്ള നിർമ്മാണം പൂർത്തിയാക്കി ഒന്നാം ഘട്ടം അവസാനിപ്പിക്കാനാണ് നഗരസഭ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. TB ആശുപത്രി കോമ്പൗണ്ടിലെ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിലാണ് നിലവിൽ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നത്. നിലവിൽ 27 ഡയാലിസിസ് മെഷീനുകൾ ഉപയോഗിച്ച് 2 ഷിഫ്റ്റിലായി 1000-ലധികം രോഗികൾക്ക് റിപ്പീറ്റ്. നിലവിൽ 27 ഡയാലിസിസ് മെഷീനുകൾ ഉപയോഗിച്ച് 2 ഷിഫ്റ്റിലായി 100-ലധികം രോഗികൾക്ക് ഡയാലിസിസ് സൗകര്യം ഉപയോഗപ്പെടുത്തുന്നു. സെന്ററിലെ പ്രവർത്തനത്തിന് തുച്ഛമായ സർക്കാർ ഫണ്ട് മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹായം മൂലമാണ് സെന്റർ മുന്നോട്ടു പോകുന്നത്. സെന്ററിന്റെ പ്രവർത്തനത്തിനായി സുമനസ്സുകളായ പ്രവാസികൾ ഉൾപ്പെടെ നിരവധി പേരാണ് സാമ്പത്തിക സഹായവും മരുന്നുകളും മെഷീനും ഉൾപ്പെടെ സംഭാവന ചെയ്യുന്നത്. കൂടാതെ പൊന്നാനി നഗരസഭാ ഭരണസമിതിയും ഡയാലിസിസ് കോർഡിനേഷൻ കമ്മിറ്റിയും നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് സെന്ററിനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധി പേരാണ് ഡയാലിസിസിനായി ഇപ്പോഴും അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്നത്. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായാൽ നിരവധി പേർക്ക് ഡയാലിസിസിനുള്ള സൗകര്യമൊരുങ്ങും. PGTV ന്യൂസ് പൊന്നാനി.